ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാണുന്ന പ്രൊഡക്ട്സ് ആണ്, അതായത് റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയിൽ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് അല്ലേ. അതായത് റോസ്മേരി വാട്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹെയറിൻ്റെ ആ ഒരു ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഒന്നുകൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി നമ്മുടെ എണ്ണയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ചിലർക്കൊക്കെ എണ്ണയൊന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് വാട്ടർ ബേസ് അല്ലേ, നമുക്ക് എന്താ പറയുക, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് പോകാം, നമുക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് കിട്ടും എന്നുള്ള രീതിക്കൊക്കെയാണ് കുറേ ആൾക്കാർ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അതെങ്ങനെയാണ് പണി കിട്ടുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റോസ്മേരി വാട്ടർ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത് സ്പ്രേ ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എളുപ്പം കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ എന്നുള്ള ആ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് പ്രോപ്പർ വേയിൽ, എങ്ങനെയൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്താൽ എന്തൊക്കെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഷാമ്പൂയും കണ്ടീഷനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് തോർത്തി വന്നിട്ട് ഓവർ വെറ്റുള്ള സമയത്തല്ല, ജസ്റ്റ് ആ ഒരു ഇത് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്പ്രേ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ജെന്റിലി ഒന്ന് മസാജ് ചെയ്യാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ രാവിലെ ഈ ഒരു റോസ്മേരി അപ്ലൈ ചെയ്തിട്ട് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ. അതായത് പുറത്ത് പോകുമ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്തിട്ട് പോകരുത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം പല പൊല്യൂട്ടൻസും, അതോടൊപ്പം തന്നെ എയർ ഒന്നും അത്ര പ്യൂരിഫൈഡ് അല്ലല്ലോ, നല്ല രീതിക്ക് പൊല്യൂഷൻസ് ഒക്കെ കാണും. അതോടൊപ്പം തന്നെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വന്ന് തങ്ങിക്കിടന്ന് പോഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിട്ട് കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടാക്കും. അത് കാരണം നമുക്ക് ഈ പോഴ്സ് അടയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് പോവുക മാത്രമല്ല, നമുക്കത് മുഖാന്തരം പല പ്രോബ്ലംസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു കാരണവശാലും റോസ്മേരി വാട്ടർ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകാൻ പാടില്ല. ഇനി അടുത്തയായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഓവർ യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ രാത്രിയിൽ ഓവർനൈറ്റ് റുട്ടീനിൽ നമുക്ക് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല യൂസ് ചെയ്യേണ്ടത്, ഒരു 1 or 2 hour മുന്നേ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട്, അതായത് അറിയാമല്ലോ, സ്പ്രേ ഔട്ട് ചെയ്തിട്ട് ജെന്റിലി ഒന്ന് മസാജ് ഓവർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ നമ്മൾ കൂടുതൽ നേരം, അതായത് ഇപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് സ്പ്രേ ഔട്ട് ചെയ്തിട്ട് നാളെ ഇനി കഴുകിക്കളയാമെന്നുള്ള രീതിക്ക് അത്രയും നേരം നമ്മൾ ലോങ് ആയിട്ട് നമ്മുടെ തലയിൽ കൊണ്ട് നടക്കരുത്. ഇൻ കേസ് നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം അങ്ങനെ കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് മെച്ചം. പുറത്തിറങ്ങുന്ന കേസിൽ ഒട്ടും പാടില്ല. ബിക്കോസ് പൊല്യൂഷൻസും ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ കാരണം സ്കാൽപ്പ് നല്ല രീതിക്ക് ക്ലോഗ്ഡ് ആകും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിടിപ്പെടും. പിന്നെ ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക, ഹെൽത്ത്, അതല്ലെങ്കിൽ ഗ്രോത്ത്, അതൊന്നും പ്രോപ്പർ വേയിൽ ഉണ്ടാവില്ല. മുടിയുടെ പല പല പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ആ ഒരു കാരണം കൊണ്ടിട്ട് ഫേസ് ചെയ്യുന്നത്. ബിക്കോസ് വേറൊന്നും അല്ല, ഈ ഒരു റോസ്മേരി എന്നൊക്കെ പറയുന്നത് ഒരു ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. റോസ്മേരി വാട്ടർ സ്പ്രേ ഔട്ട് ചെയ്ത്, അതായത് നമ്മൾ ഹെയർ സിറൊക്കെ അപ്ലൈ ചെയ്ത് സ്റ്റൈലിംഗ് ചെയ്യുന്ന പോലെ ഒന്നും നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മാക്സിമം ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ തലയിൽ കൊണ്ട് നടക്കരുത്. അതായത് അതിന് കാരണം മറ്റൊന്നുമല്ല, അഴുക്ക് വരും കേട്ടോ. അഴുക്ക് വന്നാലാണ് ഈ ഒരു ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത് കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, നമുക്ക് പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓവർ യൂസേജ് പാടില്ല. ഓവറായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾട്ടറായിട്ട് യൂസ് ചെയ്യുക, അതായത് വീക്ക്ലി 2 times ഒക്കെ യൂസ് ചെയ്താൽ മതി. ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ, വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെറ്റർ. അതായത് നമുക്കിപ്പം ഒരു പ്രാവശ്യം കുറച്ച് റോസ്മേരി വാട്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 20 days വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ റോസ്മേരി വാട്ടറിന് പിന്നെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് അറിയുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയാമെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ്ലി നമ്മളൊരു 6 month ഒക്കെ
ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മുടി, അതായത് ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാൻഡ്രഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും. സ്കാൽപ്പിൻ്റെ ഹെൽത്തൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലരുടെയൊക്കെ ഒരു പരാതി എന്ന് വെച്ചാൽ, ഞാൻ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ നല്ല രീതിക്ക് റോസ്മേരി ഒക്കെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്തു, പക്ഷേ ഹെയർ ഫോൾ വരുന്നു, എൻ്റെ എന്താ പറയുക ഹെയറിന് സ്യൂട്ടബിൾ അല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തും ഹെയർ പ്രൊമോഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത് എല്ലാവരുടെ ആ ഒരു സ്കാൽപ്പിനും സ്യൂട്ടബിൾ ആവണം എന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് സ്യൂട്ടബിൾ ആവുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അവനൊരു സ്യൂട്ടബിൾ ആയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, റോസ്മേരി എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഹോട്ട് നേച്ചർ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇൻ കേസ് നമ്മുടെ തല എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് തരില്ല. അതായത് ഇൻ കേസ് പല കാരണങ്ങൾ, ഒന്നല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ തല എന്ന് പറയുന്നത് ഓരോരുത്തരെയും യുണീക്കാണല്ലോ. അപ്പം കുറച്ച് ഭയങ്കര ചൂടുള്ള ഒരാളാണ് സ്കാൽപ്പ് എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യില്ല. ഇൻ കേസ് ഇനി അടുത്ത ഒരു കാരണം എന്ന് വെച്ചാൽ, കുറേയധികം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ആൾക്കാർക്കും, അതായത് അത് കാരണവും അവർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും നല്ല രീതിക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാതെ. പിന്നെ ഇനി ഇൻ കേസ് നിങ്ങളിപ്പം റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പമാണ് ഈ ഒരു റോസ്മേരി വാട്ടറും കൂടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമുക്ക് ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടറും കൂടെ നമ്മൾ രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു റോസ്മേരി വർക്ക് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഹോട്ട് നേച്ചർ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ സ്കാൽപ്പിനെ നല്ല രീതിക്ക് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് വരാനുള്ള ആ ഒരു ടെൻഡൻസി കൂട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കാൽപ്പും ഹോട്ട്, നമ്മുടെ തലയും ഭയങ്കര ഹോട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. പിന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻക്ലൂഡാണ് റോസ്മേരി വാട്ടറിൽ. സോ അത് കാരണമാണ് ഡാൻഡ്രഫ് ഒന്നും വരാതിരിക്കാനും സ്കാൽപ്പൊക്കെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഒരു റോസ്മേരി വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഹെയർ ഫോൾ കൂടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പിന്നെ യൂസ് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഹെയർ ഫോൾ കൂടുന്നെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എപ്പോഴും നല്ല റോസ്മേരി വാട്ടർ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള നല്ല റോസ്മേരി വാട്ടേഴ്സ്, അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റോസ്മേരി വാട്ടറിൻ്റെ ഡീറ്റെയിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 സംതിങ് ഒക്കെയാണ്. പക്ഷേ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ക്വാണ്ടിറ്റി, ആ ഒരു പ്രൈസിന് കുറേ അധികം ക്വാണ്ടിറ്റി റോസ്മേരീസ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് നമുക്ക് വിസിബിൾ ആയി തുടങ്ങി. നല്ല രീതിക്ക് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തപ്പം ഹെയർ ഒക്കെ നല്ല രീതിക്ക് പ്രൊമോട്ടഡ് ആയിട്ടുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നിർത്തേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പെട്ടെന്ന് ഹറിബറിയായിട്ട് നിർത്തരുത്, പതിയെ പതിയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കുമ്പോൾ, അതായത് ഇത് ഓൾറെഡി നമ്മൾ സ്കാൽപ്പായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ക്യൂർ ആകുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നിർത്തിയാൽ മേ ബി ചിലപ്പം അത് എന്താ പറയുക, ആ ഒരു ഡാൻഡ്രഫ് കുറഞ്ഞതും അതൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചു വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് പ്രൊഡക്റ്റും യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നിർത്തരുത്, അത് പതിയെ പതിയെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് അവൈലബിൾ ആണ്. അതായത് ഗ്രീൻ ആയിട്ടുള്ള റോസ്മേരി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ റോസ്മേരി, ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മേരീസ് കിട്ടാറുണ്ട്. സോ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് വാട്ടർ, അതായത് ആവശ്യത്തിന് വാട്ടർ നമുക്ക് എടുക്കുക. അതിലേക്ക് റോസ്മേരി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോയിൽ ചെയ്യുക. ഓവറായിട്ട് നമ്മൾ തിളപ്പിക്കുക എന്നല്ല, ഒന്ന് സിം ഒന്ന് മീഡിയം ഓർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു 15 മിനിറ്റിന് ശേഷം അത് ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കുന്നതാണ് ബെറ്റർ നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു 20 ഡേയ്സ് വരെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കീപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ കുറച്ചധികം ചീത്തയാവാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. 2 or 1 year ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 സംതിങ് റുപ്പീസ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 രൂപയാണ് കേട്ടോ. മൈസ്റ്റിക് ലിവിൻ്റെ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റീം ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഒരു റോസ്മേരി വാട്ടർ ആണ്. ശരിക്കും നല്ലൊരു റോസ്മേരി വാട്ടർ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു 20 ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീക്ക്ലി 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചാൽ മതി. ഓവറായിട്ട് നമ്മൾ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ ഓവറായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. വീക്ക്ലി 2 ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് മതി. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്, ഏതോ നല്ലതെന്ന് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് അതും വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കേണ്ടി വരും. അതായത് നമ്മൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സും ചീത്തയാവാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെനിഫിറ്റ് വൈസ് എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് നൽകുന്നത് നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന റോസ്മേരി വാട്ടർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.